ഹലോ ഗായ്സ്, ഐഫോൺസൊക്കെ നോർമലായിട്ട് നിലത്ത് വീഴുമ്പോൾ അതിൻ്റെ പ്രിൻറ്റ് മിസ്സാവാറുണ്ട്. ഇതുകൊണ്ട് നെറ്റ്വർക്ക് കംപ്ലയിൻറ്റ്, അതുപോലെ വൈഫൈ എടുക്കാത്ത ഇഷ്യൂ, അതേപോലെ GPS ഇതെല്ലാം വർക്ക് ചെയ്യാത്ത കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. സോ അതിനൊക്കെ കാരണം അതിൻ്റെ ലെയറിൽ തമ്മിലുള്ള കണക്ഷൻ മിസ്സാകുന്നതാണ്. അതിന് സൊല്യൂഷൻ ഉണ്ട്. ഏതാണ് കണക്ഷൻ അല്ലാത്തത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ഒരു പാറ്റേൺ കണ്ടോ, അതായത് 3 ഡോട്ട്സ് ഉണ്ട്. ആ 3 ഡോട്ട്സിൻ്റെ ഒരു ആംഗിൾ നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു കണക്ഷൻ ഏതാ എന്നുള്ളത് നോക്കുക. കണക്ഷനാണോ അതോ നോ കണക്ഷനാണോ ഗ്രൗണ്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതേ രീതിയിലുള്ള സെയിം പാറ്റേൺ വേറെ ഏതൊക്കെ പ്രിൻറ്റിലാണുള്ളത് അത് ടോട്ടൽ കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലാണ് 2 പ്രിൻറ്റ് മാത്രമേ കണക്ഷനുള്ളൂ. സോ നമുക്ക് ആ 2 പ്രിൻറ്റ് സ്ക്രാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പാഡ് ഇട്ടെടുത്താൽ മതി. പാഡ് ചെയ്യുമ്പോൾ നമുക്ക് IC റിമൂവൽ പാഡ്, അതേപോലത്തെ ഈ ജമ്പറിങ് പാഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് കയ്യിലില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ഈ ജിലേബി ആക്കുന്ന രീതിയില്ലേ, ആ രീതിയിൽ ചെയ്ത് കൊടുത്താലും മതി, ബെറ്ററായിട്ട് നിൽക്കും. ഇതിങ്ങനെ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യുമ്പം ഓവർ ഡീപ്പ് ആകരുത്, നോർമൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള കണക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ സ്ക്രാച്ച് ആകാതെ ഡീപ്പായാൽ ബാക്കിയുള്ള കണക്ഷനൊക്കെ ഷോർട്ട് ആകുന്നതാണ്. സോ മെല്ലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു കണക്ഷൻ കാണാൻ പറ്റും അതിൻ്റെ അകത്ത്. അത് ആ മിസ്സായ കണക്ഷൻ്റെ പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടും. സോ അതിൽ ജസ്റ്റ് കുറച്ചൊരു PPDയും കുറച്ച് ഫ്ലെക്സും ഇട്ടിട്ട് IC പാഡ് ഇട്ട് കൊടുത്താൽ ഇതേപോലെ പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം കുറച്ച് UV ഗ്ലൂവും കൂടി ഇട്ട് വെച്ചാൽ നമുക്കത് കണക്ഷൻ റിമൂവ് ആവില്ല. ഈ ഒരു കണക്ഷൻ പാഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ പല പല അളവിലുള്ള സാധനങ്ങളുണ്ട്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാനും പറ്റും, അതേപോലെ സിമ്പിൾ ആക്കാനും പറ്റും.